ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. വിഷ്വൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ എന്താ റെസിപ്പി എന്ന്. അതെ, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, നമ്മൾ കടയിൽ നിന്നൊക്കെ നല്ല വില കൊടുത്ത് വാങ്ങി കഴിക്കുന്ന ലോഡഡ് ഫ്രൈസ്. ഇത് കുറഞ്ഞ ചിലവിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. വരൂ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോയാലോ. ആദ്യം ഞാൻ ഇതിലോട്ടൊരു വൈറ്റ് സോസാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ടൊരു പാനിലോട്ട് ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് ചേർക്കുന്നുണ്ട്. പേസ്റ്റോ അല്ല, ചതച്ചെടുത്തതും അല്ല, വളരെ പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഇനി ഇത് ബട്ടറിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ശേഷം ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 1.5 ടീസ്പൂണോളം മൈദപ്പൊടിയാണ്. മൈദപ്പൊടി ഇട്ട് കൊടുത്ത് പാടെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. എന്നിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു നല്ല സ്മെല്ല് വരാൻ തുടങ്ങുമ്പോൾ ഇതിലോട്ട് പാലൊഴിച്ചു കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് പാലാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ മൈദപ്പൊടിയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ പാലൊഴിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ പാലില്ലാത്തതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളത്തിൽ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കലക്കിയതാണ് ഇത്. അങ്ങനെ എടുത്താലും ടേസ്റ്റിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിക്കും. അതുകൊണ്ട് തന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഒന്ന് പാതി വറ്റി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളേ. ഇപ്പോൾ ഇത് കറക്റ്റ് തിക്നെസ്സിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിൻ്റെ ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നോക്കാം. ഇപ്പോൾ ഇത് പാകത്തിന് കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്കിതിലോട്ട് ചീസ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 സ്ലൈസ് ചീസും ഒരു ചെറിയ ക്യൂബും മൊസറല്ല ചീസുമാണ് ചേർക്കുന്നത്. നിങ്ങൾക്കിത് 2 സെപ്പറേറ്റ് ആയിട്ട് ചേർക്കാം. ഒരു 2 സ്ലൈസ് ചീസും കുറച്ച് മൊസറല്ല ചീസും അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഇതുപോലെ മിക്സായിട്ടും ചേർക്കാവുന്നതാണ്. ചീസെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഈ സോസിൽ മെൽറ്റായിട്ട് കിട്ടിക്കോളും. ചീസെല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ലോഡഡ് ഫ്രൈസ് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. നമ്മൾ കഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ വേണം കേട്ടോ ഇതിങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ നന്നായിട്ട് തണുത്ത് പോവും. ഫ്രഞ്ച് ഫ്രൈസ് വളരെ എളുപ്പത്തിൽ വീട്ടിലെങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അങ്ങനെയും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ലോഡഡ് ഫ്രൈസ് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് നിരത്തി വെച്ച ശേഷം അതിന് മുകളിലോട്ടായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ്. ജസ്റ്റ് ഒരു തുള്ളി വീഴുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും ഒന്ന് എത്തിച്ചു കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലായിട്ടായിട്ട് ഞാൻ കുറച്ച് അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കവും തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. കൂടെ കുറച്ച് പിക്കിൾഡ് കുക്കുംബർ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ആദ്യം ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും, പിന്നീട് സോസ്, അതിന് മുകളിലോട്ടായിട്ട് വൈറ്റ് സോസ്, അങ്ങനെ വീണ്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ലോഡഡ് ഫ്രൈസ് റെഡി. അങ്ങനെ ഒരു 3 ലെയറായിട്ട് ഞാനിത് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ലോഡഡ് ഫ്രൈസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എത്ര എളുപ്പത്തിലല്ലേ തയ്യാറാക്കിയെടുത്തത്. ഇതാണ് നമ്മൾ കടയിൽ നിന്ന് നല്ല വില കൊടുത്ത് വാങ്ങി കഴിക്കുന്നത്. അവസാനമായിട്ട് ഇതിന് മുകളിലോട്ടായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലിതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ വേണം റെഡിയാക്കാൻ. അതല്ലെങ്കിൽ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഭയങ്കര സോഗിയായിട്ട് പോവും. എല്ലാം കൂടി ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം. താങ്ക്